Hi everyone. Welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ KWA എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ കണ്ടിന്യൂഷൻ ആണ്, പാർട്ട് 2. Multi-stage pump, cavitation, applications, specific speed, characteristics curve of centrifugal pump, reciprocating pump. കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടി സ്റ്റേജ് പമ്പ് ഫിനിഷ് ചെയ്തില്ല. ഇപ്പോൾ മൾട്ടി സ്റ്റേജ് പമ്പ് ഫിനിഷ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഒരുപാട് കൂടുതൽ സ്ലൈഡ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ വിഷമങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. മൾട്ടി സ്റ്റേജ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് അറേഞ്ച്മെന്റും കാണും, പാരലൽ അറേഞ്ച്മെന്റ് കാണും. സീരീസ് അറേഞ്ച്മെന്റിൽ മോർ ദാൻ വൺ ഇംപെലർ ഈസ് ഫിക്സ്ഡ് ഓൺ സെയിം ഷാഫ്റ്റ്, ഈച്ച് ബീയിങ് കോൾഡ് എ സ്റ്റേജ് യൂസ്ഡ് ഫോർ ഹൈ ഹെഡ്. ഓക്കെ, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇംപെലർ വന്നിട്ട് ഒരേ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് മൾട്ടി സ്റ്റേജ് പമ്പ് ഇൻ സീരീസ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഈ സ്റ്റേജിൽ വന്നിട്ട് ഹൈ ഹെഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് H out equal to N into X into HM, where N is the number of stages, H is the number manometric head per stage. Discharge stage will be same. Okay, series arrangement discharge same ആയിരിക്കും, ഹെഡ് വ്യത്യാസം കാണും. ഇതാണ് മൾട്ടി സ്റ്റേജ് പമ്പ്. ഇതാണ് അതിന്റെ വർക്കിംഗ്. ഒരേ ഷാഫ്റ്റില് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പമ്പ് ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് മൾട്ടി സ്റ്റേജ് പമ്പ്. പാരലൽ അറേഞ്ച്മെന്റിൽ ഔട്ട്ലെറ്റ് ഓഫ് ഈച്ച് സ്റ്റേജ് ഈസ് ജോയിൻഡ് ഫ്രം എ സിംഗിൾ ഡിസ്ചാർജ് യൂസ്ഡ് ഫോർ ഹൈ ഡിസ്ചാർജ്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ എന്താണ്, ഒരൊറ്റ ഷാഫ്റ്റ് ആണ്, ഇതിൽ രണ്ട് ഷാഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഷാഫ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് വന്നിട്ട് ഒറ്റ പൈപ്പിലോട്ട് പോകും. ഓക്കെ, ഇപ്പം ഒരു പമ്പിൽ Q1 ആയിരിക്കും, അടുത്ത പമ്പിൽ Q2 ആയിരിക്കും, അങ്ങനെ Q3 ആയിരിക്കും. ഇപ്പം ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് വരുന്ന ആൻസർ ആണ് Q ഔട്ട് എന്ന് വരുന്നത്. ഓക്കെ, so total discharge is equal to N into X into Q. Okay, where Q is the discharge per stage. ഓരോ പമ്പിലും ഉണ്ടാവുന്ന ഡിസ്ചാർജ് ആണ്, ഓരോ പമ്പിലും ഡിസ്ചാർജ് ആണ് Q. ഹെഡ് വന്നിട്ട് എല്ലാ പമ്പിലും സെയിം ആയിരിക്കും. Cavitation, when the fluid pressure flows below the vapor pressure at any region, it boils and creates number of bubbles which travels along the flow of high pressure region, where they collapse and intend pressure waves which erode the material. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പ്രഷർ വേപ്പർ പ്രഷറിനെക്കാളും കുറവായിട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബോയിൽസ് ആണ് തിളയ്ക്കും. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ കൂടി തിളയ്ക്കുന്നതല്ല, പ്രഷർ റെഡ്യൂസ് ആകുമ്പോൾ വെള്ളം തിളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തിളച്ചു കഴിയുമ്പോൾ എന്താവും, ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് അത് ലോ പ്രഷർ റീജിയനിൽ നിന്ന് ഹൈ പ്രഷർ റീജിയനിലോട്ട് പോകുമ്പം അവിടെ വന്നിട്ട് ഈ ബബിൾസ് പൊട്ടാനാണ് ചാൻസ്. പൊട്ടെന്ന് പറഞ്ഞാൽ മീൻസ് കൊളാപ്സ് ആവുക. ഓക്കെ, കൊളാപ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതായി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന മെറ്റീരിയൽ വന്നിട്ട് എറോഡാവും. ഓക്കെ, അതിന് പറയുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ക്യാവിറ്റേഷൻ. ഇത് ക്യാവിറ്റേഷൻ നടന്നിട്ടുള്ള മെറ്റലിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ക്യാവിറ്റേഷൻ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബബിൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ബബിൾ എന്താവും, പൊട്ടുമ്പോൾ എന്താവും, അവിടെ ഇരിക്കുന്ന ആ മെറ്റൽ വന്നിട്ട് ഡാമേജ് ആവും. ഓക്കെ, factors affecting cavitation.
As the inlet temperature of the liquid increases, cavitation decreases. Okay, inlet temperature inletൽ കൊടുക്കുന്ന ലിക്വിഡിന്റെ ടെമ്പറേച്ചർ വന്നിട്ട് ഇൻക്രീസ് ആകുമ്പോൾ കാവിറ്റേഷൻ ഡിക്രീസ് ആകും. ഓക്കെ, ആസ് ദ ഇൻലെറ്റ് വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് കാവിറ്റേഷൻ ഇൻക്രീസസ്. ഇൻലെറ്റ് വെലോസിറ്റി ലിക്വിഡിന്റെ ഇൻക്രീസ് ചെയ്യുമ്പം കാവിറ്റേഷനും ഇൻക്രീസ് ആകും. ആസ് ദ ഇൻലെറ്റ് ഫ്ലോ റേറ്റ് ഡിക്രീസസ് കാവിറ്റേഷൻ ഇൻക്രീസസ്. ഫ്ലോ റേറ്റ് റെഡ്യൂസ് ആകുമ്പം കാവിറ്റേഷൻ ഇൻക്രീസസ് ആയിരിക്കും, കൂടും. ഡ്യൂറിങ് design, NPSHA is greater than NPSHR or pressure head at the inlet must be greater than pressure head of the fluid. Pressure head inlet pressure head വന്നിട്ട് വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. Priming. The power developed by the impeller is directly proportional to the density of fluid contact with it. Okay, power develop ചെയ്യുന്ന പവർ വന്നിട്ട് ഇമ്പലറിൽ നിന്ന് ഉണ്ടാവുന്ന പവർ വന്നിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന്? ആ ലിക്വിഡ് സാധാരണ നമ്മൾ വാട്ടർ ആയിരിക്കത്തില്ലേ, അപ്പൊ ആ വാട്ടറിന്റെ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇമ്പലറിൽ ഉണ്ടാവുന്ന പവർ. ഓക്കെ, ഇഫ് ദ എയർ കംസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, വാട്ടറിന് പകരം എയർ ആണ് വരുന്നെങ്കിൽ പവർ വന്നിട്ട് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ബിക്കോസ് എയറിന്റെ ഡെൻസിറ്റി വന്നിട്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഡിസ്ചാർജ് വന്നിട്ട് കാണത്തില്ല. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്നിട്ട് വെളിയിലോട്ട് വരത്തില്ല, എയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൂട്ട് വാൽവ് തൊട്ട് ഡെലിവറി വാൽവ് വരെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറച്ച് വെക്കണം. ഇതിനെ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രൈമിംഗ്. ഇതുകൊണ്ട് വെള്ളം വന്നിട്ട് ഫൂട്ട് വാൽവ് തൊട്ട് ഡെലിവറി വാൽവ് വരെ വെള്ളം ഫിൽ ചെയ്ത് വെക്കണം. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈയിൽ അപ്ലൈ ചെയ്യും. സീവേജ് ആൻഡ് സ്ലറി ഡിസ്ചാർജിൽ ഇത് പ്രൈമിംഗ് അപ്ലൈ ചെയ്യും. പിന്നെ in chemical plants and supply large quantities of water for reactors etc. in power plants and as boiler feed water pumps multi stage series. നമ്മളിപ്പോൾ നോക്കിയില്ലേ മൾട്ടി സ്റ്റേജ് സീരീസിൽ നോക്കിയില്ലേ കഴിഞ്ഞ സ്ലൈഡിൽ, അതിലും ഈ പ്രൈമിംഗ് യൂസ് ചെയ്യും. സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? The speed of similar pump working under unit head to produce unit discharge. Okay, ഒരു പമ്പിൽ വർക്ക് ചെയ്യുമ്പം അതിൽ യൂണിറ്റ് ഹെഡ് ആയിരിക്കുന്ന സമയത്ത് അത് ആ യൂണിറ്റ് ഹെഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നതാണ് സ്പെസിഫിക് സ്പീഡ്. ഓക്കെ, N is equal to N into Q power 1/2 divided by HM power 3/2. HM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനോമെട്രിക് ഹെഡ്, Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്, NS എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡ്. Characteristic curves of centrifugal pump. Main characteristic curve എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് Q is directly proportional to N, speed ആണ് N. Okay, H is directly proportional to N square, head വന്നിട്ട് directly proportional to speed in the square ആയിരിക്കും. Okay, power output P naught is directly proportional to N square. Okay, operating characteristic curves. Certain P in has given when Q equal to 0. പവർ ഇന്ന് വന്നിട്ട് കുറച്ച് കൊടുക്കണം. എപ്പോഴായിരിക്കണം? ഡിസ്ചാർജ് 0 ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? മെക്കാനിക്കൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഫ്രിക്ഷൻ, ഇനേർഷ്യ, ഇതെല്ലാം വന്നിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി ഇന്ന് വന്നിട്ട് കുറച്ച് Q0 ആയിരിക്കുന്ന സമയത്ത് പി ഇന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഹെഡ് മാക്സിമം ആയിരിക്കും. ഹെഡ് എപ്പോഴായിരിക്കും മാക്സിമം ആയിരിക്കുന്നത്? Q വന്നിട്ട് 0 ആയിരിക്കുന്ന സമയത്താണ്. ഓക്കെ, പവർ ഔട്ട്പുട്ട് ഈസ് 0 വെൻ Q ഈക്വൽ ടു 0. ഓക്കെ, പവർ ഔട്ട്പുട്ട് 0 ആയിരിക്കും വെൻ ഡിസ്ചാർജ് ഈക്വൽ ടു 0. ഇത്രയും കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് വന്നിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്.
ഇതാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പ് ഉണ്ടല്ലോ, നമ്മുടെ കിണറിൽ നിന്ന് നമ്മൾ സക്ക് ചെയ്ത് വെള്ളം എടുത്തിട്ട് അത് മേളിലോട്ട് ഡെലിവർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സിലിണ്ടറിൻ്റെ അകത്തിരിക്കുന്ന പിസ്റ്റൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഓക്കെ അത് വന്നിട്ട് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞ് പിസ്റ്റൺ റോഡ്, പിന്നെ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്. ഇതിൻ്റെ വർക്കിംഗ് വന്നിട്ട് ശരിക്കും വന്നിട്ട് നമ്മൾ എൻജിൻസിൽ പഠിക്കൂലേ, അതേ സെയിം വർക്കിംഗ് തന്നെയായിരിക്കും റെസിപ്രോക്കേറ്റിംഗ് പമ്പിലും നടക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് വന്നിട്ട് 0 ഡിഗ്രിയിലായിരിക്കും എന്ന് വിചാരിച്ചോ, കറങ്ങാതെ 0 ഡിഗ്രിയിൽ ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് പിസ്റ്റൺ പ്രിപ്പയർ ചെയ്യുകയാണ്, വെള്ളം എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്രാങ്ക് വന്നിട്ട് 180 ഡിഗ്രിയിലോട്ട് പോകുമ്പം 180 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പം ഇത് വന്നിട്ട് താഴെ ഇരിക്കുന്ന വാട്ടർ മേളിലോട്ട് സക്ക് ചെയ്തെടുക്കും. ഈ സമയത്ത് സക്ക് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ സക്ഷൻ വാൽവ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് വന്നിട്ട് ക്ലോസ് ചെയ്യും. ഫസ്റ്റ് സക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും സമ്പിൽ നിന്ന് വെള്ളം സക്ക് ചെയ്തെടുക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞ് സക്ഷൻ വാൽവ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി വാൽവ് തുറക്കുന്നത്. ഈ തുറക്കുന്ന സമയത്ത് ഈ ക്രാങ്ക് വന്നിട്ട് തിരിച്ച് ഇതുപോലെ 0 ഡിഗ്രിയിലോട്ട് വരും. ഓക്കെ, 0 ഡിഗ്രിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ വെള്ളം തിരിച്ച് ഇതുപോലെ മേളിലോട്ട് പോയിട്ട് ഡെലിവറി പൈപ്പിലോട്ട് കറക്റ്റ് ഡെലിവറി ടാങ്കിലോട്ട് ഡെലിവർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വർക്കിംഗ് നടക്കുന്നത്. അതിനൊരു ജിഫാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യും 180 ഡിഗ്രിയിൽ ക്രാങ്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ ഡെലിവറി വാൽവ് തുറന്നു കഴിയുമ്പോൾ അത് തിരിച്ച് ഡെലിവറി പൈപ്പിലോട്ട് പോകും. എങ്ങനെ, ക്രാങ്ക് 0 ഡിഗ്രിയിലോട്ട് വരുമ്പോൾ. ഇതേ പ്രോസസ്സ് തന്നെ പിന്നെയും റെസിപ്രോക്കേറ്റ് ആയിട്ട് നടക്കും. അതിനാണ് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. തിയററ്റിക്കൽ ഡിസ്ചാർജ് QTH ALN ഡിവൈഡഡ് ബൈ 60. A വന്നിട്ട് ഏരിയ ഓഫ് പിസ്റ്റന്റെ ഏരിയ ആണ് A. L വന്നിട്ട് ലെങ്ത് ഓഫ് പിസ്റ്റന്റെ ലെങ്ത് ആണ് L. N വന്നിട്ട് നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഓഫ് ക്രാങ്ക്. ഓക്കെ, വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓർ പവറിന് പറയുന്നതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. The weight of fluid into total lift, okay, equal to rho g a ln into hs plus hd into 60. For double acting pump, QTH is twice that of single acting pump. Okay. Q theoretical വന്നിട്ട് സിംഗിൾ ആക്ടിംഗ് പമ്പിനെക്കാളും ഡബിൾ ആയിരിക്കും ഡബിൾ ആക്ടിംഗ് പമ്പിന്. ഓക്കെ, S is equal to QTH minus Q act. S എന്ന് പറഞ്ഞാൽ സ്ലിപ്പാണ്. ഓക്കെ, സ്ലിപ്പ് വന്നിട്ട് Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ആയിരിക്കും. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് ഈക്വൽ ടു QTH minus Q act divided by QTH. Okay, 1 minus Q act divided by QTH into 100% equal to 1 minus CD into 100%. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. സാധാരണ സ്ലിപ്പ് വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നെഗറ്റീവ് സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി പൈപ്പ് വന്നിട്ട് അതിൻ്റെ ലെങ്ത് വന്ന് കുറവായിരിക്കുമെങ്കിൽ നെഗറ്റീവ് സ്ലിപ്പ് ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സക്ഷൻ പൈപ്പ് വലുതാണെങ്കിൽ അതിലും വന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ നെഗറ്റീവ് സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പമ്പ് റണ്ണിങ് അറ്റ് വെരി ഹൈ സ്പീഡ്, പമ്പ് ഭയങ്കര ഹൈ സ്പീഡിൽ റൺ ചെയ്യുമ്പോഴും നെഗറ്റീവ് സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം. Indicator diagram, area of indicator diagram is directly proportional to the power required to drive the pump. ഇതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. Air vessel a dome shaped vessel closed at the top and is separated by tightened diaphragm. Okay, ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് വന്നിട്ട് ഒരു ഡബിൾ ആക്ടിങ് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. അപ്പോൾ ഈ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വന്നിട്ട്
ഫ്ലോ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല നടക്കുന്നത്, ഇന്റർമീഡിയറ്റ് ആയിരിക്കും. കാരണം ആദ്യം സക്ഷൻ നടക്കും, സമ്പിൽ നിന്ന് വെള്ളം സക്ക് ചെയ്ത് സക്ഷൻ വാൽവ് അടച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിസ്റ്റൺ റോഡ് കൊണ്ട് പ്രസ് ചെയ്താണ് ഡെലിവറി വാൽവ് തുറന്നു കഴിയുമ്പം അതിൻ്റെ അകത്തുകൂടെ ഡെലിവറി പോയിന്റിലോട്ട് പോകുന്നത് വെള്ളം. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആണ്, മീൻസ് കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വാട്ടർ ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ എയർ വെസൽ പ്രൊവൈഡ് ചെയ്യണം. എയർ വെസൽ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? സക്ഷൻ വാൽവിന്റെ മുമ്പും അത് കഴിഞ്ഞ് ഡെലിവറി വാൽവ് കഴിഞ്ഞിട്ടുമാണ് എയർ വെസൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വന്നിട്ട് പിസ്റ്റൺ റോഡ് വന്നിട്ട് വെള്ളം കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഡെലിവറി വാൽവിലോട്ട് പോയി കഴിയുമ്പം വെള്ളം വന്നിട്ട് കുറച്ച് വെള്ളം എയർ വെസലിലോട്ട് പോകും. എയർ വെസൽ എന്തായിരിക്കും? ടൈറ്റൻഡ് ഡോം ഷേപ്ഡ് ടൈറ്റൻഡ് വെസലാണ്. ഓക്കെ, അതിന് വന്നിട്ട് കുറച്ച് വെള്ളം പോകും. ഓക്കെ, ഇത് വന്നിട്ട് എയർ വെസലിൽ കംപ്രസ്ഡ് എയർ ആയിരിക്കും വാട്ടറുടെ മേളിൽ ഉള്ളത്. ഓക്കെ, ഈ കംപ്രസ്ഡ് എയർ വന്നിട്ട് ഈ എയർ വെസലിന്റെ അകത്തിരിക്കുന്ന വാട്ടറിനെ കംപ്രസ് ചെയ്യും, ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ വാട്ടർ വന്നിട്ട് ഡെലിവറി വാൽവിൽ ഡെലിവറി പോയിന്റ് ഡെലിവർ ചെയ്ത് കഴിയുമ്പം എയർ വെസലിലിരിക്കുന്ന കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തിരിക്കുന്ന വാട്ടറിനെ കംപ്രസ് ചെയ്ത് പിന്നെയും എന്ത് ചെയ്യും? ഡെലിവറി പൈപ്പിലൂടെ ഡെലിവറി പോയിന്റിലോട്ട് ഡെലിവർ ചെയ്യും വാട്ടർ. അപ്പൊ ഇത് ഒരു കണ്ടിന്യൂസ് ഫ്ലോയിന് വേണ്ടിയാണ് നമ്മൾ എയർ വെസൽ പ്രൊവൈഡ് ചെയ്യുന്നത്. Air vessel is a dome-shaped vessel closed at the top and separated by tightened diaphragm. At the top is filled with compressed air and bottom is filled with fluid is known as air vessel. Two air vessels are fitted near the pump. One is being in the suction and other is being in the delivery pipe. Suction മുമ്പും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുമാണ് രണ്ട് എയർ വെസൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ നമ്മുടെ എയർ വെസലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് പമ്പ് ഈസ് മെയ്ഡ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടും യൂണിഫോം ആയിട്ടും ഫ്ലോ ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എയർ വെസൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റെഡ്യൂസ് ദ വർക്ക് ഇൻപുട്ട് ഓഫ് ദ പമ്പ്. ഓക്കെ, പമ്പിന് ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല നമ്മൾ എയർ വെസൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. Comparison of a centrifugal pump and reciprocating pump. Centrifugal പമ്പില് റോട്ടോ ഡൈനമിക് ആയിരിക്കും മൂവ്മെന്റ് നടക്കുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പില് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നെ സെൻട്രിഫ്യൂഗൽ പമ്പില് കണ്ടിന്യൂസ് ഡിസ്ചാർജ് ആയിരിക്കും. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് ഇന്റർമീഡിയറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കണ്ടിന്യൂസ് ഡിസ്ചാർജ് എങ്ങനെയാണ് കിട്ടുന്നത്? എയർ വെസൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ ലോ ഹെഡ് ആൻഡ് ഹൈ ഡിസ്ചാർജ് ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്. റെസിപ്രോക്കേറ്റിംഗ് പമ്പില് ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ് ആണ്. suitable for viscous and muddy water. ഓക്കെ, എക്സാമ്പിൾ സീവേജ് വാട്ടറിനൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വന്നിട്ട് പ്യുവർ ഫ്ലൂയിഡിനാണ് യൂസ് ചെയ്യുന്നത്. പ്യുവർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം, അതൊക്കെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻ റൺ അറ്റ് ഹൈ സ്പീഡ്. എത്ര ഹൈ സ്പീഡ് ആണെങ്കിലും സെൻട്രിഫ്യൂഗൽ പമ്പിന് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് ചെയ്യും. കാരണം സെപ്പറേഷനും കാവിറ്റേഷനും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ലിമിറ്റ് ചെയ്യും. എഫിഷ്യൻസി വന്നിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പിനാണ് കൂടുതലുള്ളത്. എഫിഷ്യൻസി വന്നിട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കുറവായിരിക്കും. നോയ്സ് ആൻഡ് വൈബ്രേഷൻ വന്നിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പിന് കുറവായിരിക്കും. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് വന്നിട്ട് നോയ്സ് ആൻഡ് വൈബ്രേഷൻ കൂടുതലായിരിക്കും. മെയിൻ്റെനൻസ് വന്നിട്ട് കുറവായിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിന്. മെയിൻ്റെനൻസ് വന്നിട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കൂടുതലായിരിക്കും. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റിപ്പയർ വർക്ക്. ഓക്കെ, റിപ്പയർ വർക്ക് വന്നിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പിന് കുറവായിരിക്കും. പക്ഷെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ ചെയ്തിട്ട് വരും. അതാണ് മെയിൻ്റെനൻസ് വന്നിട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കൂടുതലാണെന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം മിസ്സലേനിയസ് പമ്പ്സും ഇമ്പോർട്ടന്റ് പവർ പ്ലാന്റ്സും നോക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.